ഹായ്, എല്ലാവർക്കും വെൽക്കം. ഡിസൈനർ ആൻഡ് ഫുഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഹൈദരാബാദിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ബേസ്ഡ് സ്വീഡൻ ഷോറൂമായ ഐക്യ എന്നൊരു ഷോപ്പിലേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു ഇന്ത്യൻ കമ്പനി ആയിരിക്കില്ല. ശരിയാണ്, ഇത് 1943 സ്വീഡനിൽ സ്ഥാപിതമായൊരു ഫർണിച്ചർ കമ്പനിയാണ്. ഇന്ന് ലോകത്തിൽ 200ഓളം രാജ്യങ്ങളിൽ ഇവർക്ക് അവരുടെ ബ്രാഞ്ചുകളുണ്ട്. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇവർക്ക് ഓൺലൈൻ സ്റ്റോറുകൾ ഉണ്ടെങ്കിലും ഓഫ്ലൈൻ സ്റ്റോർ ഉള്ളത് ഹൈദരാബാദ്, മുംബൈ, ഇപ്പോൾ ബാംഗ്ലൂർ, ഈ 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇവരുടെ സ്റ്റോർ പോലെ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഒരുപാട് ഫേമസ് ആണ്. വളരെ വ്യത്യസ്തമായൊരു ഷോപ്പിംഗ് അനുഭവമാണ് നമുക്ക് ഈ ഒരു സ്റ്റോർ നൽകുന്നത്. നമ്മൾക്ക് ഇപ്പോൾ തന്നെ കാണാം, ഈ ഒരു എസ്കലേറ്ററിൽ പോകുമ്പോൾ തന്നെ ഇവർ ഈ ഫ്ലവേഴ്സ് ഇത് സെയിലിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു രീതി വളരെ എന്താ പറയുക, ഒരു പുതുമയുള്ള രീതിയാണ്. ഈ പ്ലാസ്റ്റിക് റോസസൊക്കെ ഫ്ലവേഴ്സൊക്കെ അറൗണ്ട് 69 റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെയും കിട്ടും, വേറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലും കിട്ടും. ബാഗേജ് നിങ്ങളുടെ ട്രോളി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരുപാട് റൂമിൻ്റെ ഡിസൈൻസ്, ഇൻറ്റീരിയർ ഡിസൈൻസ്, അതായത് പുതിയ ഒരു വീടെടുക്കാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട് എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത്, അതിനെന്തൊക്കെ സാധനങ്ങൾ വേണം, അതിന് എത്ര രൂപയാകും, ഇവർ തന്നെ അതിൻ്റെ ലേഔട്ടും അതിൻ്റെ പ്രൈസസും അതിൻ്റെ കൂടെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടാകും. അത് കൂടാതെ ഒരുപാട് സാമ്പിൾസ്, കിച്ചൺ, ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കിച്ചൺ ലേഔട്ടാണ്. അപ്പോൾ എത്ര ബേർണർ, ഇതിനെത്ര പ്രൈസാകും, 3 ബേർണർ ആണെങ്കിൽ ഇതിന് എത്രയാണ് പ്രൈസ് വരിക, അതിൻ്റെ കൂടെ തന്നെ പ്രൈസ് ടാഗ് കിട്ടും. ചെറിയ എല്ലാ A to Z ഐറ്റം അവർ വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ് അവരിതിൽ തന്നെ മെൻഷൻ ചെയ്യും. നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഐറ്റം എടുക്കാം, അല്ലെങ്കിൽ ഇതേ ഐറ്റങ്ങൾ ഈ നമ്പർ കോഡ് വെച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഹോം ഡെലിവറി ഉണ്ട്. അവരുടെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല, അവർ പ്രത്യേക റേഞ്ചുള്ള ഏരിയകളിൽ അത് അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു തരും. അവർ നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ഈ കിച്ചൺ നമുക്ക് കാണാൻ ഇവർ വളരെ മനോഹരമായിട്ട് ഈ ഒരു കബോർഡിലേക്ക് എത്ര സ്പേസ് ഉണ്ട്, ഐറ്റംസൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എല്ലാം നമുക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും. വാഷ് ബേസിൻ്റെ കീഴെ കബോർഡിൽ നമുക്ക് എത്ര മനോഹരമായിട്ടാണ് അവർ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കബോർഡിൽ കാണുന്ന ഓരോ ഐറ്റവും ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ചെയർ സെക്ഷനാണ്. ഈസി ചെയർസ്, കുഷ്യനുള്ളത്, കുഷ്യൻ ഇല്ലാത്ത ടൈപ്പ്, വുഡൻ, പ്ലാസ്റ്റിക്, ഫൈബർ എല്ലാം ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഒരു 5490 രൂപയുടെ ഈസി ചെയറാണിത്. അപ്പോൾ ഇതിൻ്റെ കുഷ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ കിട്ടും. നമുക്ക് ഈ കുഷ്യനല്ല വേറെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടും ഇവിടെ. അപ്പോൾ നോക്കുക, ഒരുപാട് വലിയൊരു ഷോറൂമാണ്. ഒരു ദിവസം വേണ്ടി വരും നമുക്കിത് മൊത്തം കറങ്ങി കാണാൻ വേണ്ടി. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് വേറൊരു കിച്ചൺ ലേഔട്ടാണ്. ഇത് കബോർഡിനുള്ളിൽ, അതായത് ഇവിടെ നമ്മൾ കഴുകിയ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഈ അടിയിൽ കിടന്ന് ട്രേയിലേക്ക് പോകും. നമുക്ക് ഈ ട്രേ റിമൂവ് ചെയ്ത് വെള്ളം മാറ്റാൻ പറ്റും. പാത്രം കഴുകിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം വൃത്തികേടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവാക്കാം. ഈ കാണുന്നത് ചെറിയ നമ്മുടെ എന്താ പറയുക, വാളിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡിൻ്റെ ആ ഒരു അസംബിൾ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇത് 2 ലെഗാണ് ഇതിൻ്റെ. ഈ ലെഗ് നമ്മൾ വാളിൽ സ്ക്രൂ ചെയ്തതിന് ശേഷം ഇതിന് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ പ്ലൈയുടെ ആ ഒരു പാനൽ വരുന്നത്. ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡിഫറെൻറ്റ് സൈസിലുള്ളതുണ്ട്. സൈസ് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് അത് ഡിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് നോക്കി നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സാണ് ഓരോ ട്രേൻ്റെ ഉള്ളിൽ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നത് മൊത്തം TV യൂണിറ്റ്സാണ്. അതായത് ഒരു ഹാളിൽ, ലിവിങ് ഹാളിൽ TV യൂണിറ്റ് ഏതൊക്കെ രീതിയിലുള്ള ഒരുപാട് പ്രൈസ് വെറൈറ്റിയിലുള്ള TV യൂണിറ്റ്സ് ഇവരിവിടെ ലേഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇവരുടെ തന്നെ എന്താ പറയുക, ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഇവിടെ കമ്പ്യൂട്ടറായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെ കാണാം, നമ്മുടെ ഐഡിയാസ് അവരോട് പറയാം, അവരതിനെ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരും.
എന്നിട്ട് നമുക്ക് ആ സാധനം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യിക്കാൻ പറ്റും. കാർപ്പറ്റ്സൊക്കെ വളരെ മനോഹരമായ കാർപ്പറ്റ്സാണ്. ഈ കാണുന്നതൊക്കെ ഇത് വേറൊരു കിച്ചൺ സെറ്റപ്പാണ്. ഇത് മനോഹരമായ ഒരു കിച്ചൺ സെറ്റപ്പാണ്. വളരെ ചെറിയ സ്പേസ് കുറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇത്തിരി മനോഹരമായിട്ടൊരു കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റും, ഓരോ സ്പേസ് ഓരോ ഇഞ്ചും യൂസ് ചെയ്തിട്ട് അത് ഇവർക്ക് നമുക്ക് കാണിച്ചു തരും. മാനേജ്മെൻറ്റിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ്. നമ്മൾ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ കംപ്ലീറ്റ് ട്രേ സെറ്റപ്പ് അവസാന സമയത്ത് ഇതൊന്ന് പുറത്തേക്കൊന്ന് തള്ളി വരും. അതായത് നിങ്ങൾ അടക്കുന്ന സമയത്ത്, ഡോർ അടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാണ്ട് ജസ്റ്റ് ആ ഒരു കംപ്ലീറ്റ് ട്രേ സെറ്റ് തന്നെ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും. അതായത് ഓരോ സാധനങ്ങൾ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫ്രിഡ്ജാണിത്. ഒരുപാട് സ്പേസ് നോക്കുക, എത്ര സ്പേസാണ് നമുക്കതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇതും അതുപോലെ തന്നെ വേറൊരു കിച്ചൺ സെറ്റപ്പാണ്. ഇത് മാക്സിമം വുഡൻ ഡിസൈൻസാണ് ഇതിൽ കബോർഡിലൊക്കെ ഇതിൻ്റെ കബോർഡിലൊക്കെ കുറച്ച് വുഡൻ ടൈപ്പ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു കബോർഡ് സെറ്റപ്പ് നോക്കൂ. നമുക്ക് ഈ മൊത്തം ട്രേ ഇവിടുന്ന് പുറത്തേക്ക് കറക്കിയിട്ട്, അതായത് ആ ഒരു കോർണർ സ്പേസ് വളരെ മനോഹരമായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് അതിൽ ഉള്ളിലോട്ട് വെക്കുന്ന ഐറ്റം നമുക്ക് നൂണ്ട് പോകാതെ തന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. തൽക്കാലത്തേക്ക് ഐക്യയുടെ ഇത്രയും വിശേഷങ്ങളായിട്ട് ഇവിടെ നിർത്തുകയാണ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. അതിൽ നമ്മൾ ഐക്യയുടെ ഫുഡ് കോർട്ടിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ. നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് നോക്കിക്കാണാൻ തന്നെ ഏകദേശം 1.5-2 മണിക്കൂർ എടുത്തു. ഇവിടെ നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ സാധാരണ ഫുഡ് കോർട്ട് പോലെ ഫുഡ് ഓർഡർ ചെയ്ത് ബില്ലടിച്ച് ഫുഡ് കളക്ട് ചെയ്യുന്ന രീതിയല്ല ഇവരുടെ ഫുഡ് കോർട്ട് ഒരു വെറൈറ്റിയാണ്. നമുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ഏരിയയിൽ നമ്മുടെ ട്രോളി അല്ലെങ്കിൽ ബാഗ് ഇവിടെ വെച്ചതിന് ശേഷം പോയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടുന്നത് നമുക്ക് ട്രോളി ട്രേ നമ്മൾ തന്നെ എടുക്കണം. അതായത് ഇവരുടെ ക്യൂവിൽ പോയിട്ട് ഫുഡ് എടുക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് ഇവിടെ ഈ കാണുന്നത് പോലെ ഇവരുടെ ഈ ട്രോളി ഉണ്ട്. ഈ ട്രോളി എടുത്ത് നമ്മൾ തന്നെ പോയതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1, 2, 3 എത്താന്ന് വെച്ചാൽ ഈ ഒരു ട്രോളിയിൽ നമുക്ക് 3 ട്രേ വരെ വെക്കാൻ പറ്റും. എന്താണ് ഫുഡ് എടുക്കേണ്ടത് അതിന് കണക്കായിട്ടുള്ള ട്രേ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നുമല്ല. ഇവിടെ മാക്സിമം കിട്ടുന്ന ഐറ്റംസ് പറഞ്ഞാൽ ബിരിയാണി ഉണ്ട്, പിന്നെ ചപ്പാത്തി, പനീർ, സാൽമൺ ഫിഷിൻ്റെ കുറച്ച് ഡിഷസ് ഉണ്ട്, പിന്നെ വരുന്നത് സാൻഡ്വിച്ച്, അങ്ങനെയുള്ള ഐറ്റംസാണ്. അല്ലാതെ മെയിൻ കോഴ്സിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നുമില്ല.
പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഫുഡ് നമ്മൾ തന്നെ എടുത്ത്, അതിപ്പോൾ ബിരിയാണി ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേറ്റിൽ ഇട്ട് തരും. അത് നമ്മൾ ഈ ട്രോളിയിൽ വെച്ച് ട്രേയിൽ വെച്ച് കൊണ്ടുപോയി നമ്മൾ തന്നെ ബിൽ പേ ചെയ്ത്, ഇപ്പോൾ ബിവറേജസ് ആണ് വേണമെങ്കിൽ നമ്മൾ ഗ്ലാസ് എടുത്തു കൊണ്ടുപോകണം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ബില്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ബിവറേജസ് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബുഫേ സിസ്റ്റം പോലെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീരുന്നതിന് കണക്കായിട്ട് ഇവർ റീഫിൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓർഡർ എന്താണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അത് സെർവ് ചെയ്ത് തരും. നമുക്ക് അവിടെ നിന്ന് പ്ലേറ്റ് കളക്ട് ചെയ്ത് നമ്മുടെ ട്രേയിൽ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോയി ബിൽ പേ ചെയ്യാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു വെജിറ്റബിൾ ബിരിയാണിയും ആയിരുന്നു. ഒരു ബിരിയാണി ഒരാൾക്ക് മതിയാവുന്ന രീതിയിലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ബിരിയാണിയുടെ കൂടെ തന്നെ അഡീഷണലായിട്ട് 2 തൈര് പാക്കഡ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ്. നല്ല ചിക്കൻ നഗറ്റ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് സോസ് അവരവിടെ തന്നെ തന്നു. അപ്പോൾ ഐറ്റങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഇനി നേരെ പോകാനുള്ളത് ബില്ലിംഗ് സെക്ഷനിലേക്കാണ്. ബില്ലിംഗ് സെക്ഷനിലും അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഫുഡ് എടുക്കുന്ന സ്ഥലത്തും നമുക്ക് ബീവറേജസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സസ് അല്ലെങ്കിൽ ചായ കോഫി എടുക്കാൻ വേണ്ടി കപ്പ് അവൈലബിൾ ആണ്. നമ്മൾ കപ്പോ ബീവറേജസിൻ്റെ ഗ്ലാസ്സോ എടുത്തതിന് ശേഷം ഇവിടെ ബിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബീവറേജസ് അല്ലെങ്കിൽ ടീ കോഫി കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ മുന്നിൽ കാണുന്ന ഈ സ്റ്റീൽ ട്രേ പോലുള്ള ഒരു യൂണിറ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് നൈഫ്, ഫോർക്ക്, സ്പൂൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് കണക്കായിട്ട് എടുത്തിട്ട് നേരെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ ടേബിളിൽ പോയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അവിടെ ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്.